എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലളിതാ സഹസ്രനാമത്തിലെ ശ്ലോകം 4. ചമ്പക അശോക പുന്നാക സൗഗന്ധിക ലസക്കജ കുരുവിന്ദ മണിശ്രേണി കനക്കോടീര മണ്ഡിത. ഇവിടെ പ്രധാനമായും 2 അർത്ഥങ്ങളാണ് വരുന്നത്. ഒന്ന്, ചമ്പക അശോക പുന്നാക സൗഗന്ധിക ലസക്കജ. ചമ്പകം, അശോകം, പുന്നാകം, സൗഗന്ധികം മുതലായ പൂക്കൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മുടിയോടു കൂടിയവൾ. ഈ നാമം മുതൽ ദേവിയുടെ കേശാദിപാദ വർണ്ണന ആരംഭിക്കുകയാണ്. ഇവിടെ പൂക്കളുടെ സുഗന്ധം മുടിക്കല്ല, മറിച്ച് മുടിയുടെ സുഗന്ധം പൂക്കൾക്കാണ് മേന്മയുളവാക്കുന്നത് എന്ന് പറയുന്നു. അതായത് സകലവിധ സൗരഭ്യവും ദേവിയുടെ നിസർഗമായ സൗരഭ്യം പകർന്നു കിട്ടുന്നതാണെന്ന്. 2ാമത്തെ നാമം കുരുവിന്ദ മണിശ്രേണി കനക്കോടീര മണ്ഡിത. കുരുവിന്ദ മണികൾ നിരനിരയായി ചേർത്തൊരുക്കിയിട്ടുള്ള കിരീടമണിഞ്ഞ് പരിശോഭിക്കുന്നവർ. കുരുവിന്ദമണി എന്നാൽ മാണിക്യം, ശ്രേണി എന്നാൽ നിര, കോടീരം എന്നാൽ കിരീടം, മണ്ഡിത എന്നാൽ അലങ്കരിക്കപ്പെട്ട എന്നാണ് അർത്ഥം. ഇവിടെ ദേവിയുടെ കിരീടത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് കൊടുക്കുന്നത്. രത്നങ്ങൾ അണിയുന്നത് ഭക്തി സംവർദ്ധകം, ഐശ്വര്യപ്രദം എന്നാണ് ശാസ്ത്രം. അപ്പോൾ രത്നങ്ങൾ പതിച്ച കിരീടമണിഞ്ഞ് ദേവിയെ കാണുന്നത് ഒരു ഭക്തന് ആഹ്ലാദം തന്നെയാണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് വിശിഷ്ട ആഭരണങ്ങളും വിശിഷ്ട വേഷങ്ങളും അണിയിക്കുന്നത് അവരുടെ സന്തോഷത്തിനാണോ, കാണുന്നവരുടെ സന്തോഷത്തിനാണോ? കാണുന്നവരുടെ സന്തോഷത്തിന് തന്നെ. അതുപോലെ തന്നെയാണ് ദേവിയുടെ ആഭരണവും അലങ്കാരങ്ങളുമെല്ലാം. അവ ദേവിക്കല്ല, മറിച്ച് ഭക്തനാണ് കൂടുതൽ ആഹ്ലാദകരം ഉണ്ടാക്കുന്നത് എന്ന് സാരം. ഇനി നാമാവലി. ഓം ചമ്പകാശോക പുന്നാക സൗഗന്ധിക ലസക്കജായേ നമഃ. ഓം കുരുവിന്ദ മണിശ്രേണി കനത്കോടീര മണ്ഡിതായേ നമഃ. എല്ലാവർക്കും സാക്ഷാൽ ജഗദംബയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.